ഇപ്പൊ കേൾക്കുന്നു. കേൾക്കുന്നില്ലേ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. നമസ്കാരം നമസ്കാരം സർ. സാർ. നമസ്കാരം. നമസ്കാരം. നമസ്കാരം സർ. നമസ്കാരം. നമസ്കാരം സർ. നമസ്കാരം. നമസ്തേ. നമസ്കാരം സർ. നമസ്കാരം. നമുക്ക് ആരംഭിക്കാം. സഹനാവവതു സഹനൗ പുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സമാധാനീയരായ എല്ലാ പഠിതാക്കൾക്കും ഉന്നതനായ പഞ്ചമസ്കന്ധം 8-ാം അധ്യായം 8-ാമത്തെ ശ്ലോകമല്ലേ? അതെ സർ. തസ്യ ഹവാ ഏണ ഗുണക ഉച്ചൈരേതസ്മിൻ കൃതനിജ അഭിമാനസ്യാഹരഃ തത്പോഷണപാലന ലാളന പ്രീണനാനുധ്യാനേന ആത്മനിയമാഃ സഹയമാഃ പുരുഷവ്യതിര്യാദയ ഏകൈകശക്തിപയേന അഹർഗണേന വിയുജ്യമാന കില സർവേവൗദവസൻ. ഭരതന്റെ കഥ പറഞ്ഞു വന്നപ്പോഴാണ് അദ്ദേഹം അതിപ്രഗത്ഭമായ മട്ടിൽ യോഗവിധികൾ അനുഷ്ഠിച്ച് കൃഷ്ണമായ സത്വഗുണം ഉറപ്പിച്ച് ആത്മജ്ഞാനിയായി അങ്ങനെയുള്ള അദ്ദേഹമാണ് ഒരു പുഴയിൽ കൂടി ഒഴുകി വന്ന് മാൻകുട്ടിയെ കണ്ടിട്ട് അതിന്റെ സംരക്ഷണയിൽ ഏർപ്പെടുന്നു എന്ന കാര്യമാണ് പറഞ്ഞുകൊണ്ട് വരുന്നത്. വാ ഏണകുണകെ, ആ ഏണകുണകത്തിൽ, ഏണകുണകം മാൻകുട്ടി, ഉച്ചൈഹി ഏതസ്മിൻ വളരെ ഉത്കടമായിട്ട് ഉന്നതമായിട്ട്, ഉച്ചൈഹി ഉച്ചമായിട്ട്, ഏതസ്മിൻ ആ ഏണകുണകത്തിൽ കൃത നിജാഭിമാനസ്യ തന്റെ അഭിമാനത്തെ ചെയ്തുകൊണ്ട്, അഭിമാനം തൻ്റേതെന്നുള്ള ബോധമാണ്. ഈ മാൻകുട്ടി തൻ്റെ കുട്ടിയാണ് എന്ന്, അന്യന്റെ കുട്ടിയെ തൻ്റെ കുട്ടിയാണെന്ന് ഉള്ള വിചാരം, അത് എല്ലാ കുട്ടികളും നമ്മുടെ കുട്ടിയാണ് എന്ന് വിചാരിക്കാനുള്ള മനസ്സ് ഒരു പരമയോഗിക്ക് വേണമെങ്കിൽ ഉണ്ടായി എന്ന് വരാം. അദ്ദേഹം അത്രയും എത്തിയ അദ്ദേഹമാണ് ഇതെന്റെ കുട്ടിയാണ് എന്ന് ഈ മാൻകുട്ടിയിൽ തൻ്റേതെന്നുള്ള അഭിമാനത്തെ വളർത്തിക്കൊണ്ടുവന്നിട്ട് കൃത നിജാഭിമാനസ്യ അഹരഹ രാപകലുകൾ എല്ലാ ദിവസവും തത്പോഷണം അതിനെ പരിപോഷിപ്പിക്കുക, വളർത്തുക, പാലനം രക്ഷിക്കുക, ലാളനം ലാളിക്കുക, പ്രീണനം സന്തോഷിപ്പിക്കുക, അനുധ്യാനം വീണ്ടും വീണ്ടും അതിനെ തന്നെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. അനുധ്യാനേന ഇത്രയും കൊണ്ട് പോഷണ പാലന ലാളന പ്രീണന അനുധ്യാനേന
അഭിമാനം വർദ്ധിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണത് സംഭവിക്കുന്നതെന്ന് നമ്മെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കവി മെനക്കെട്ട് ഉപയോഗിച്ച വാക്കുകളാണ്. ഒന്ന്, അതിനെ പരിപോഷിപ്പിക്കണം, വളർത്തണം, ഭക്ഷണം കൊടുത്ത് അതിനെ വളർത്തി പാകപ്പെടുത്തിക്കൊണ്ട് അത് തന്റെ ബാധ്യതയാണ്, തന്റെ കുട്ടിയാണ്. അതിനെ പാലിക്കണം, അതിന്റെ രക്ഷിതാക്കൾ ആരുമില്ല, ഞാനാണ് അതിന്റെ രക്ഷിതാവ് എന്ന് അതിന്റെ സംരക്ഷണ ചുമതല സ്വയം ഏറ്റെടുക്കും. അങ്ങനെ ആയാൽ പിന്നെ എന്ത് ചെയ്യണം? ലാളിക്കണമല്ലോ, കൊച്ചുകുട്ടിയല്ലേ, ലാളിക്കണം. എന്ന് മാത്രമല്ല അതിനെ സന്തോഷിപ്പിക്കുന്ന ഒക്കെ ചെയ്തു കൊടുക്കണം. കൊച്ചുകുട്ടികളെ എങ്ങനെയാണ് ലാളിക്കുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ളതെന്നോ അതൊക്കെ ചെയ്തു കൊടുക്കും. എന്ന് മാത്രമല്ല എപ്പോഴും ആ കുട്ടിയെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടേയിരിക്കണം. അരമണിക്കൂർ കണ്ടില്ല എവിടെ പോയി ഇങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അതിൽ വ്യക്തതയോടുകൂടി നോക്കിയിരിക്കണം. ആ മാൻകുട്ടിയില് വളരെ അധികമായ അഭിമാനം ഉണ്ടായിട്ട് അതിന്റെ പോഷണ പാലന ലാളന പ്രീണന അനുധ്യാനം കൊണ്ട് ആത്മനിയമാഹ, താൻ തന്നെത്താൻ ചെയ്യേണ്ട നിയമങ്ങൾ ഒരു യോഗി അനുഷ്ഠിക്കേണ്ടുന്ന എല്ലാവിധ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും നിയമങ്ങളാണ്. അത് ഫഹ യമാഹ, യമത്തോടുകൂടി, യമം അടക്കത്തോടുകൂടി, പുരുഷ പരിചര്യാദേഹ, ഈശ്വരന്റെ പരിചര്യാദികൾ. ഇവിടെ പുരുഷശബ്ദത്തിന് ഈശ്വരനാണ്. ഈശ്വരന്റെ പരിചര്യ ആദിയായവ ഏകൈകശഃ, ഓരോന്നോരോന്നായിട്ട്, കതിപയേന അഹർഗണേന, ഏതാനും ചില ദിവസം കൊണ്ട്, കതിപയേന അഹർഗണേന ദിവസം കൊണ്ട്, കതിപയം കുറച്ച് ദിവസം കൊണ്ട്, വീജ്യമാന വേർപെട്ടുകൊണ്ട്, ഇല്ല വേർപെട്ടുപോലും, സർവ ഏവ ഉദവസൻ, എല്ലാം ഇല്ലാതായി തീർച്ചയായും. അപ്പൊ രാജർഷിക്ക് ഈ കുട്ടിയിൽ തൻ്റേതെന്നുള്ള ബുദ്ധി ഉണ്ടായി. അതുകൊണ്ട് എന്താണ്, അതിനെ പുല്ലു പറിച്ച് വായിൽ കൊണ്ടുപോകണം. അതേപോലെ ഈച്ച, കൊതുക് ഒന്നും അതിനെ ഉപദ്രവിക്കാതെ എപ്പോഴും തൂത്തു തുറത്ത് അതിനെയൊക്കെ ആട്ടിപ്പായിച്ച് അതിനെ രക്ഷിക്കണം. ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? തൂത്തതിലോടി ഒന്ന് ചുംബിച്ച് ആലിംഗനം ചെയ്ത് തൻ്റെ കൂടെ കിടത്തി. ഇതൊക്കെ എന്താണ്? ലാളനകളാണ്. ഇങ്ങനെ ആസക്തി വർദ്ധിച്ച സമയത്ത് തൻ്റെ നിയമങ്ങൾ എന്താണ്? കൃത്യസമയത്ത് എഴുന്നേറ്റ് കുളി, സന്ധ്യാവന്തനം, ജപങ്ങൾ, മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ധ്യാനങ്ങൾ, ഇതെല്ലാം ഈശ്വര പൂജകൾ, ഇതെല്ലാം നിത്യകർമ്മങ്ങളൊക്കെ ഓരോന്നായിട്ട് മുടക്കണം. ഒരു ദിവസം ഒന്ന്, പിറ്റേ ദിവസം മറ്റൊന്ന്. കാരണം സമയമില്ല. ഈ പാണ്ഡുവിന്റെ പുറകെ വാരങ്ങളുള്ള നേരം. ഇത് പതുക്കെ ആദ്യം എന്താ ചെയ്തു? ധ്യാനവും പൂജയും ജപവും കൂടെയുള്ളതില് മൂന്നും കൂടെ ഒന്നിച്ചാക്കുക. അല്ലെ ഒന്നൊഴിവാക്കുക, രണ്ടെണ്ണം ചെയ്യുക. പിറ്റേ ദിവസം ഒന്നും കൂടെ ഒഴിവാക്കുക. ഓരോ ദിവസവും ഓരോന്ന് ഒഴിവാക്കി കതിപയാനി അഹർഗണേന, കുറച്ച് ദിവസം കൊണ്ട് സർവേവൗദവസൻ, എല്ലാം വേണ്ടെന്ന് വെച്ചു. കുളിയില്ല, ജപമില്ല, ധ്യാനമില്ല, ഒന്നുമില്ല, ബ്രഹ്മവിചാരമേ ഇല്ല. ഒറ്റ വിചാരമേ ഉള്ളൂ, മാൻകുട്ടി മാത്രം. നോക്കൂ, ഇത്ര അധികം യോഗേശ്വര പദവിയിലെത്തിയ ഒരാൾക്ക് ഒരു അഭിമാനം കൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് വരച്ചു കാണിക്കുകയാണ് ഈ കഥ. ഇത് ഒരു ആൺകുട്ടിയിൽ മാത്രമേ ഉള്ളൂ ഇദ്ദേഹത്തിന്. നമ്മൾക്ക് എത്ര കുട്ടികളിൽ, എത്ര പത്നിയിൽ, എത്ര ബന്ധുക്കളിൽ, എത്ര സഹോദരങ്ങൾ, ഇങ്ങനെ നമ്മുടെ അഭിമാനം വളർന്നു വ്യാപരിച്ച് പല ദിവസങ്ങളിലും
നമ്മളെ കൃത്യനിഷ്ഠകളൊക്കെ ചിലതൊക്കെ വേണ്ടെന്ന് വെച്ച് ചിലത് ബലവത്കാരേണ ചെയ്ത് അല്ലെങ്കിൽ ധൃതി പിടിച്ച് സമയമില്ലാതൊക്കെ ചെയ്ത് ധ്യാനത്തിൽ ആ ഏകാഗ്രതയൊന്നും കിട്ടാതെ ഇങ്ങനെ ഇന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യന് എങ്ങനെ ആധ്യാത്മികതയിൽ നിന്നും അധപ്പതനത്തിലേക്ക് നീങ്ങിപ്പോകാം എന്ന് കാണിക്കാനുള്ള ഉദാഹരണമാണ് ഈ കഥ. അതിനുവേണ്ടിയാണ് ഈ കഥ ആവിഷ്കരിച്ചത്. ആധ്യാത്മികതയിലേക്ക് കടന്നു പോകുന്ന ഒരാൾക്ക് എങ്ങനെ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിൽ നിന്നും വിടുതൽ കിട്ടി പിന്തിരിഞ്ഞു പോകാം. അതുകൊണ്ടാണ് ഇതൊരു അത്ഭുതമാണ്, ആശ്ചര്യമാണ്. ആരിൽ അഭിമാനിച്ചാലും അതിനോട് ബന്ധനം ഉണ്ടാവും. എൻ്റെ ഭാര്യ, എൻ്റെ പിതാവ്, എൻ്റെ പുത്രൻ, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ വീട്, എൻ്റെ ധനം, ഇതൊക്കെ അഭിമാനത്തെ കൂട്ടി കൂട്ടി വളർത്തിക്കൊണ്ടിരിക്കും. പക്ഷെ ഭരതന് എൻ്റെ കുട്ടി എന്നുള്ള വിചാരം മാത്രമേ വന്നു. അത്രയും ആയിട്ട് പോലും ഇതുവരെ മുടങ്ങാതെ അനുഷ്ഠിച്ചു കൊണ്ടുവന്ന എത്ര കൃത്യനിഷ്ഠകളെ ഇല്ലാതാക്കി. ഇത് ആധ്യാത്മികതയിലേക്ക് ഇറങ്ങി തിരിച്ച് കുറച്ചു ദൂരം സഞ്ചരിക്കുന്ന ഒരാൾ വളരെ ശ്രദ്ധിച്ചു പോകണം എന്ന് കാണിക്കാനാണ്. ആധ്യാത്മികത പഠിക്കുകയല്ല, ജീവിതത്തിൽ അനുവർത്തിച്ച് കാണിക്കലാണ് വേണ്ടത് എന്ന് ഈ കഥയിൽ കൂടി ബോധ്യപ്പെടുത്താം. തസ്യഹവായേന ഗുണക ഉച്ചൈരേതസ്മിൻ കൃതനിജാഭിമാനസ്യാം അഹരഹ തത്പോഷണ പാലന ലാളന പ്രീണന അനുധ്യാനേന ആത്മനിയമാഹ സഹയമാഹ പുരുഷപരിചര്യാദയ ഏകൈകശ കതിപയേന അഹഗണേന വിയുജ്യമാന കില സർവ ഏവ ഉദവസൻ. തസ്യ ഹവായേന ഗുണക ഉച്ചൈരേതസ്മിൻ കൃതനിജാഭിമാനസ്യാഹ്രഹ തത്പോഷണപാലന ലാളന പ്രീണന അനുധ്യാനേന ആത്മനിയമാഹ സഹയമാഹ പുരുഷപരിചര്യാദയ ഏകൈകശ കതിപയേന അഹർഗണേന വിയുജ്യമാന കില സർവേവ ഉദവസൻ. തസ്യ ഹവായേന ഗുണക ഉച്ചൈരേതസ്മിൻ കൃതനിജാഭിമാനസ്യ അഹരഹ തത്പോഷണപാലന ലാളന പ്രീണനാനുധ്യാനേന ആത്മനിയമാഹ സഹയമാഹ പുരുഷപരിചര്യാദയ ഏകൈകശ കതിപയേന അഹർഗണേന വിയുജ്യമാന കില സർവേവ ഉദവസൻ. അഹോബതായം ഹരണഗുണക കൃപണഃ ഈശ്വര രഥചരണ പരിഭ്രമണരയേന സുഗണ സുഹൃദ്ബന്ധുഭ്യഃ പരിവർത്തിത ശരണം ച മോപാഫാദിതോ മാമേവ മാതാപിതരോ ഭ്രാതൃജ്ഞാതീൻ യൗധികാംശ്ചൈവോപേയായ നാന്യം കശ്ചന വേദ മയ്യതിവിശ്രബ്ധശ്ചാതയേവ മയാ മത്പരായണസ്യ പോഷണപാലന പ്രീണന ലാളന അനസൂയ അനുഷ്ഠേയം ശരണ്യാപേക്ഷ അപേക്ഷാദോഷവിദുഷാ. അഹോ ബതായ, അഹോ കഷ്ടം തന്നെ. അയം ഹരിണകുണക്ക, ഈ മാൻകുട്ടി കൃപനാണ്. കാരുണ്യം എന്നോട് കാണിക്കണേന്ന് കണ്ണുകൊണ്ട് ആവശ്യപ്പെടുന്ന ആളാണ്. ദീനനാണ്, ദുഃഖിതനാണ്. എനിക്കിത്രേ കഴിയൂ, എന്നോട് കാരുണ്യം എല്ലാവരും കാണിക്കണം എന്ന് ഒരു കൃപണനാണ് ഈ മാൻകുട്ടി. എന്ന് മാത്രമല്ല, ഈശ്വര രഥചരണ പരിഭ്രമണ രയേണ, ഈശ്വര രഥചരണം കാലചക്രത്തിന്റെ തിരിച്ചിൽ എന്നാണ്. ഇവിടെ ഈശ്വരനെ കാലം എന്നായിട്ടാണ് ഉദ്ദേശിക്കുന്നത് വ്യാസൻ. അതുകൊണ്ട് ഈശ്വരനാകുന്ന കാലമാകുന്ന രഥത്തിന്റെ ചരണം ചക്രം, രഥത്തിന്റെ പാദം കാല് എന്താണ്? ചക്രമാണ്. ഈശ്വര രഥചരണ പരിഭ്രമണം ചെയ്യുക, ഉരുളുക, കറങ്ങിക്കൊണ്ടേയിരിക്കുക. അതിന്റെ രയേണ വേഗത കൊണ്ട്,
കാലചക്രത്തിന്റെ ആ തിരിച്ചിലിന്റെ ശക്തി വേഗത കൊണ്ട് ഈശ്വര രഥചരണ പരിഭ്രമണ രയേണ സ്വഗണ സുഹൃദ്ബന്ധിഭ്യ, സ്വഗണം തന്റെ കൂട്ടര്, തന്റെ സംഘം, തന്റെ ആൾക്കാർ, സ്വഗണ സുഹൃത് ബന്ധുഭ്യ, സുഹൃത് ബന്ധുക്കളിൽ നിന്നും, തന്റെ കൂട്ടര്, തന്റെ സുഹൃത്തുക്കള്, തന്റെ ബന്ധുക്കൾ, ഇവരിൽ നിന്നും ബന്ധുഭ്യ പരിവർജിത, വേർപെട്ടവനാണ്, പിരിഞ്ഞിരിക്കുന്നവൻ, അവരിൽ നിന്ന് പിരിഞ്ഞിരിക്കുന്നവനാണ്. ശരണം, ആശ്രയം വേണം എന്ന് ആഗ്രഹിക്കുന്നവനാണ്. ആരാണ് ശരണം കൊടുക്കാൻ? മാതാപിതാക്കളില്ല, ബന്ധുക്കളില്ല, സുഹൃത്തുക്കളില്ല, ആരുമില്ല. മാ ഉപാസാദിതോ മോപസാദിതോ, മാ എന്ന് വെച്ചാൽ എന്നെ, ഉപസാദിത എന്നെ പ്രാപിച്ചത്, മാ ശരണം ഉപസാദിത, എന്നെ ശരണം പ്രാപിച്ചവനാണ്. എന്റെ അടുക്കൽ യാദൃച്ഛികമായിട്ട് വന്ന് ഞാൻ മാത്രമേ ഉള്ളൂ ആശ്രയമെന്ന് എന്നെ ശരണം പ്രാപിച്ചിട്ട്, ശരണം ച മാ ഉപസാദിതോ, അങ്ങനെ പ്രാപിച്ചിട്ട്, മാമേവ എന്നെ തന്നെ, മാതാപിതരോ ഞാൻ തന്നെയാണ്, ഈ മാൻകുട്ടിക്ക് അച്ഛനും അമ്മയും, ഭ്രാതൃ സഹോദരന്മാരൊക്കെ ഞാനാണ്, ജ്ഞാതീൻ ബന്ധുക്കൾ ഞാനാണ്, എല്ലാം ഞാൻ തന്നെയാണെന്ന് ഈ കുട്ടിക്ക്. കാരണം എന്നെ എടുത്തു കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ എന്റെ രക്ഷിതാവായി, അതിന് വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് അതിന്റെ എല്ലാം ഞാൻ മാത്രമായി. മാമേവ മാതാപിതരോ ഭ്രാതൃ ജ്ഞാതീൻ ബന്ധുക്കളെയും യഥൗധികംശ്ച ഏവ ഉപേയായ, എപ്രകാരമെന്നാൽ യൗധികൻ, യൂഥം എന്ന വാക്കിന്റെ അർത്ഥം സംഘം, കൂട്ടർത്ഥം. യൗധികം എന്ന് വെച്ചാൽ കൂട്ടത്തെ സംബന്ധിച്ച് തന്റെ കൂട്ടുകാരാണ്, സംഘക്കാരാണ് എന്ന് വിചാരിച്ച്, ജ്ഞാതീൻ യൗധികാംശ്ച ഏവ ഉപേയായ, സംഘക്കാരാണെന്ന് വിചാരിച്ചിട്ടാണ് എന്നെ പ്രാപിച്ചത്. ഞാൻ ഉപദ്രവിക്കില്ല എന്ന് വിചാരിച്ച്, അവന്റെ ആ ആകൃതിയും പ്രകൃതിയുമുള്ള ഒരാളും ഇല്ലെങ്കിലും എന്നെ തന്നെ അവന്റെ എല്ലാമാണെന്ന് സങ്കല്പിച്ച്, അവന്റെ യൂഥത്തിൽപ്പെട്ട കൂട്ടത്തിൽപ്പെട്ടവനാണ് ഞാൻ എന്നൊക്കെ ധരിച്ച് എന്നെ സമാശ്രയിച്ചിരിക്കുകയാണ്, ഉപേയായ പ്രാപിച്ചിരിക്കുന്നു. മോപാസാദിതോ മാമേവ മാതാപിതരോ ഭ്രാതൃജ്ഞാതീൻ യൗസികാംശൈവ ഉപേയായ, നാന്യം കശ്ചന വേദ, മറ്റൊന്നും അറിയില്ല. അന്യം കശ്ചന വേദ, അന്യം കശ്ചന നവേദ, മറ്റൊന്നും അറിയില്ല. മൈ അതിവിശ്രദ്ധ, എന്നോട് അത്യധികമായ വിശ്വാസമാണ്, വേറൊന്നും അതിനറിയില്ല. മയ്യ അതിവിശ്രദ്ധ ച അതേവ, മയ്യ അതിവിശ്രദ്ധശ്ചാത ഏവ, മയി അതിവിശ്രദ്ധ ച അതഃ ഏവ, എന്നിൽ അത്യധികമായ വിശ്വാസവും അതുകൊണ്ട് തന്നെ, മയാ എന്നാൽ മത്പരായണസ്യ എന്നെ ആശ്രയിച്ചിരിക്കുന്നവന്റെ, പരായണം ആശ്രയം, എന്നെ ആശ്രയിച്ചിരിക്കുന്ന ആ മാൻകുട്ടിയുടെ പോഷണ പാലന പ്രീലന ലാളനം അനസൂയ അനുഷ്ഠേയം, അസൂയയില്ലാതെ ഞാൻ ഇത് അനുഷ്ഠിക്കേണ്ടതാണ്, ഇത് ഞാൻ ചെയ്യേണ്ടതാണ്. ഇതിലൊരു ദോഷദൃഷ്ടിയും വിചാരിക്കരുത്. ഞാനിങ്ങനെയൊക്കെ ചെയ്യാമോ, ശരിയാണോ, ഇതൊന്നും വിചാരിക്കണ്ട. ശരണ്യ ഉപേക്ഷാദോഷ വിദുഷ, ശരണം പ്രാപിക്കുന്നവരെ
തെറ്റുന്നത് ദോഷമാണെന്ന് അറിയുന്നത് കൊണ്ട് ശരണ്യ ഉപേക്ഷ ദോഷ വിദുഷ. ശരണ്യം പ്രാപിക്കുന്നവരെ ഉപേക്ഷിക്കുന്നത് ദോഷമാണെന്ന് വിദുഷ അറിയുന്നവനാൽ, വിദ്വാൻ അറിയുന്നവൻ, വിദുഷ അറിയുന്നവനാൽ. അപ്പൊ ശരണാഗതന്മാരെ വെടിയുന്നത് ദോഷമാണ് എന്ന് അറിവുള്ളവർ പറഞ്ഞ് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ ശരണമായി പ്രാപിച്ച ഈ മാൻകുട്ടിയെ ഉപേക്ഷിക്കുന്നത് ശരിയല്ലെന്ന് മാത്രമല്ല, അതിനെ രക്ഷിക്കണം, അതിനെ ലാളിക്കണം, ഒക്കെ ഞാൻ തന്നെ ചെയ്യണം, വേറെ ആരും ഇല്ലാതെ. അതുകൊണ്ട് എൻ്റെ സ്വന്തം കാര്യങ്ങൾക്ക് വിഘ്നം വരുമല്ലോ എന്നൊരു വിചാരവും എനിക്കുണ്ടാവാൻ പാടില്ല. ഇപ്പോഴത്തെ എൻ്റെ ലക്ഷ്യം ഈ മാൻകുട്ടിയാണ്. ബാക്കിയൊക്കെ വിട്ടു, ഈശ്വരനും ബ്രഹ്മവും വേദവും വേദാന്തവും ഒക്കെ വിട്ടു. ഭൗതികമായ ഒരു വസ്തു, തൻ്റേത് അല്ലാത്തൊരു വസ്തു തൻ്റേതാക്കി വെച്ചുള്ള അഭിമാനം. ലോകത്ത് നടക്കുന്ന ഇതാണ്. ഈ കാണുന്ന ഒരു ഭൗതിക വസ്തുക്കളും നമ്മുടേതല്ല. ഈശ്വരൻ തന്ന സമ്പത്തുകളും ഐശ്വര്യവുമാണ്. അത് എൻ്റേതാണ്, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണെന്ന് സ്വയം അഭിമാനിച്ച് തൻ്റേതാക്കി വെച്ച് ജീവിക്കുന്നവരാണ് ഇന്നുള്ള മനുഷ്യർ അധികവും. അതുകൊണ്ടാണ്, അതിലൊരു ഉദാഹരണമാണ് ഭരതൻ. അതുകൊണ്ട് ഭരതനെ കാണിച്ചുകൊണ്ട് പറയുകയാണ്, എന്റെ നിത്യകാര്യങ്ങൾക്ക് വിഘ്നം വന്നാൽ വേണ്ടില്ല, ഇതിനെ സംരക്ഷിക്കുക എന്നുള്ളത് അസൂയയില്ലാതെ സംരക്ഷിക്കുക എന്നുള്ളത് എന്റെ കർത്തവ്യമാണ് എന്ന് വിചാരിച്ച് ആ മാൻകുട്ടിയെ പരിപാലിക്കേണ്ടത് ആവശ്യകത സ്വയമേവ ചിന്തിച്ച് ഉറപ്പിച്ച ചിന്താവിചാരമാണ്. അഹോബതായം ഹരിണഗുണകഃ കൃപണ ഈശ്വരരഥചരണ പരിഭ്രമണരയേണ സ്വഗണ സുഹൃദ്ബന്ധുഭ്യഃ പരിവർത്തിതഃ ശരണം ച മാ പാപാദിതോ മാം ഏവ മാതാപിതരോ ഭ്രാതൃജ്ഞാതീൻ യൗധികാൻ ച ഏവ ഉപേയായ ന അന്യം കശ്ചന വേദ മയി അതിവിശ്രദ്ധഃ ച അതേവ മയാ മത്പരായണസ്യ പോഷണ പാലന പ്രീണന ലാളന അനഫൂയിന അനുഷ്ഠേയം ശരണ്യ ഉപേക്ഷാദോഷ വിദുഷ എന്ന് പദം പിരിച്ച് പറഞ്ഞവിടേക്ക് നിങ്ങൾക്ക് മാർക്ക് ചെയ്തോ അറിയാത്തോ വെക്കാൻ വേണ്ടി പറയുന്നതാണ്. ഇനി കൂട്ടി വായിക്കുമ്പോ അത് മാറിക്കിട്ടും. അഹോപിതായം ഹരിണഗുണകഃ കൃപണ ഈശ്വരരഥചരണ പരിഭ്രമണരയേണ സ്വഗണ സുഹൃദ്ബന്ധുഭ്യഃ പരിവർത്തിതഃ ശരണം ച മോപാസാദിതോ മാമേവ മാതാപിതരോ ഭ്രാതൃജ്ഞാതി യൗധികാം ശൈവോപേയായ നാന്യം കശ്ചന വേദ മയി അതിവിശ്രദ്ധശ്ച അതേവ മയാ മത്പരായണസ്യ പോഷണ പാലന പ്രീണന ലാളനം അനസൂയ അനുഷ്ഠേയം ശരണ്യോപേക്ഷാദോഷ വിദുഷാ. അഹോബതായം ഹരിണഗുണകഃ കൃപണഃ ഈശ്വരരഥചരണ പരിഭ്രമണരയേണ സ്വഗണ സുഹൃദ്ബന്ധുഭ്യഃ പരിവർത്തിതഃ ശരണം ച മോപാസാദിതോ മാമേവ മാതാപിതരോ ഭ്രാതൃജ്ഞാതീൻ യൗധികാം ശൈവോപേയായ നാന്യം കശ്ചന വേദ മയി അതിവിശ്രദ്ധശ്ചാദേവ മയാ മത്പരായണസ്യ പോഷണ പാലന പീഡന ലാളനം അനസൂയാനുഷ്ഠേയം ശരണ്യോപേക്ഷാദോഷവിദുഷാ. അഹോബതായം ഹരിണഗുണകഃ കൃപണഃ ഈശ്വരരഥചരണ പരിഭ്രമണരയേണ സ്വഗണ സുഹൃദ്ബന്ധുഭ്യഃ പരിവർത്തിതഃ ശരണം ച മോപാസാദിതോ മാമേവ മാതാപിതരോ ഭ്രാതൃജ്ഞാതി യൗധികം ശൈവോപേയായ നാന്യം കശ്ചന വേദ മയി അതിവിശ്രദ്ധശ്ച അതേവ മയാ മത്പരായണസ്യ പോഷണപാലന പ്രീണന ലാളന അനസൂയാനുഷ്ഠേയം ശരണ്യോപേക്ഷാദോഷ ദോഷവിദുഷാ.
എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ അടുത്തേക്ക് പോവാം. ഒന്നുകൂടെ വായിക്കുന്നെങ്കിൽ പറഞ്ഞാൽ മതി, വായിക്കാം. സാറേ വായിക്കുമ്പോൾ കൂട്ടി വായിക്കാമല്ലോ അല്ലേ? കൂട്ടി വായിക്കും. പദം പിരിച്ച് മനസ്സിലാക്കിയതിന് ശേഷം കൂട്ടി വായിക്കും. ഒന്നാണ് ഞാൻ അവസാനം കൂട്ടി വായിക്കുന്നതിന്. പക്ഷെ പദം പിരിക്കാതെ കൂട്ടി വായിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ നിർത്തും. അത് വരാതിരിക്കാൻ വേണ്ടിയാണ്. നൂനം ഹ്യാര്യാഫാഥവ ഉപശമശീലാം കൃപണസുഹൃദ ഏവം വിധാർത്ഥേ സ്വാർത്ഥാനപി ഗുരുതരാനുപേക്ഷന്തേ. നൂനം ഹി, തീർച്ചയായിട്ടും, ആര്യന്മാർ, പൂജിക്കപ്പെടുന്നവർ, പണ്ഡിതന്മാർ, പാഥവ, സാധുക്കൾ, ഉപശമശീലാഹ, വിരക്തി നേടിയ ശീലത്തോടു കൂടിയവർ, കൃപണ സുഹൃദ, ദീനന്മാരിൽ സൗഹൃദം ഉള്ളവർ, ആര്യാഹ സാധവ ഉപശമശീലാഹ കൃപണ സുഹൃദ ഏവം വിധ അർത്ഥേ, ഇങ്ങനെയുള്ള കാര്യത്തിൽ, ഏവം വിധ അർത്ഥേ, ഇപ്രകാരമുള്ള കാര്യത്തിൽ, സ്വാർത്ഥാൻ അപി, സ്വന്തം കാര്യങ്ങളെയും, ഗുരുതരാൻ ഉപേക്ഷത്തെ, ഗുരുതരമായി ഉപേക്ഷിക്കും. വിഷയവിരക്തന്മാരായ ആര്യന്മാര് പോലും, സാധുക്കൾ പോലും, ഉപശമശീലന്മാർ പോലും, കൃപണ സുഹൃത്തുക്കളായവർ പോലും ഇപ്രകാരമുള്ള പരോപകാര വിഷയങ്ങളെ പരിപാലിക്കാൻ വേണ്ടി ഗൗരവമായ സ്വന്തം കാര്യങ്ങളെ ഉപേക്ഷിക്കാൻ സംശയിക്കുന്ന കാര്യമില്ല. അദ്ദേഹത്തിന്റെ മനസ്സൊന്ന് വിശകലനം ചെയ്യാൻ പുറപ്പെട്ടതാണ് ഭരതന്റെ. ഞാൻ ഇങ്ങനെ ചെയ്യാമോ, ഇത് ശരിയാണോ എന്നിങ്ങനെ മനസ്സിന്റെ ചിന്താഗതികളെ സൂക്ഷ്മതരമായി പുറത്തെടുത്തിട്ട് ഒന്ന് പഠിക്കാം. ഇത് ആവശ്യമാണ്, ഇതിനെ വിട്ടുകളയുന്നത് ശരിയല്ല. അങ്ങനെ വിട്ടുകളയാതെ അതിനെ നോക്കുമ്പോൾ പൂർണ്ണമായിട്ടും എന്നെ നോക്കണം. അങ്ങനെ നോക്കുമ്പോൾ തൻ്റെ കാര്യങ്ങളൊക്കെ വിടേണ്ടി വരും. അങ്ങനെ വിട്ടാലും വേണ്ടില്ല, ഇതിന്റെ രക്ഷയാണ് ഇപ്പോഴത്തെ വിഷയം. ഞാൻ മാത്രമല്ല, എനിക്ക് മുമ്പുള്ള സാധുക്കളായ ആര്യന്മാര്, കുറെ കാലം വൈരാഗ്യം സിദ്ധിച്ചവരായ ആൾക്കാര്, അങ്ങനെയുള്ള പലരും ഇങ്ങനെയുള്ള കാര്യത്തിൽ സ്വന്തം കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് സ്വാർത്ഥത വിട്ടിട്ട് പരാർത്ഥതയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നത് ലോകചരിത്രത്തിൽ ധാരാളമുണ്ട്. അതുകൊണ്ട് ഇത് ശരി തന്നെയാണ് എന്ന് ഉറപ്പിക്കാം. നൂനം ഹ്യാര്യാഫാഥവ ഉപശമശീലാക്രമണപൂർണ ഏവം വിധാർത്ഥേ സ്വാർത്ഥാനവി ഗുരുതരാനുപേക്ഷത്തെ. നൂനം ഹ്യാര്യാഫാഥവ ഉപശമശീലാക്രമണപൂർണ ഏവം വിധാർത്ഥേ സ്വാർത്ഥാനവി ഗുരുതരാനുപേക്ഷത്തെ. നൂനം ഹ്യാര്യാഫാഥവ ഉപശമശീലാക്രമണപൂർണ ഏവം വിധാർത്ഥേ സ്വാർത്ഥാനവി ഗുരുതരാനുപേക്ഷത്തെ. ഇതി കൃതാനുഷംഗ ആഭന ശയന അടന സ്നാനാശനാദിഷു സഹ സർഗജുഹുന സ്നേഹാനുബദ്ധ ഹൃദയ ആസീത്. ഇത് ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് കൃത അനുഷംഗ, അനുഷംഗം ആസക്തിയാണ്. കൃതാനുഷംഗം ആസക്തി ചെയ്തുകൊണ്ട്, ആസക്തിയോടുകൂടി ആഫനം ഇരിക്കൽ, ശയനം കിടക്കൽ, അടനം സഞ്ചരിക്കൽ, സ്നാനം കുളി, അശനം ഭക്ഷണം, ആദിഷു ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും ആഫന ശയന അടന, നാടനമല്ല ശയന അടനം എന്നാണ്, അങ്ങനെ പിരിച്ച് മനസ്സിലാക്കണം. ആഫന ശയന അടന സ്നാന അശനാദിഷു
ആസന ശയനാടന സ്നാനാസനാദിഷു എന്ന് ഒന്നിച്ച് പറയണം. ആദികളിൽ സഹ മൃഗ ജഹുന, ജഹു എന്നുള്ളതിന് കുട്ടി എന്നർത്ഥം. സന്താനങ്ങളെ ജഹു എന്നുള്ള വാക്കുകൊണ്ട് വൈദിക ഭാഷയിൽ വിളിക്കാറുണ്ട്. ഇവിടെ മൃഗജഹു, മൃഗമാകുന്ന സന്താനം. ഈ മൃഗത്തെ മൃഗമായിട്ടല്ല ഇപ്പൊ കണ്ടത്, സന്താനമായിട്ടാണ് കണ്ടത്. അതിനെ കൊണ്ട് സ്നേഹാനുബദ്ധ ഹൃദയ ആഫീദ്, സ്നേഹം കൊണ്ട് കെട്ടിയിട്ട ഹൃദയമുള്ളവൻ ആഫീദ് ആയിത്തീർന്നു. മാനാകുന്ന സന്താനത്തോടുകൂടി ഈ കെട്ടിയിട്ടിരിക്കുന്ന ഇതിലേക്ക് ആയിത്തീർന്നു. ഇനി ഇപ്പോഴും ക്ലാസ്സല്ല, ഞാൻ അരമണിക്കൂർ ഞങ്ങോട്ട് വിളിക്കാം. ഇതി കൃതാനുഷംഗാം ആസനശയനാടന സ്നാനാസനാദിഷു ഫഹ മൃഗജഹുന സ്നേഹാനുബദ്ധ ഹൃദയ ആഫീത്. എന്തിനെ? സ്നേഹം അനുബന്ധമായത് ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും സഞ്ചരിക്കുമ്പോഴും കുളിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും കഫനെ കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട്. ഈ സമയത്തൊക്കെയും കഫനെ കൃഷ്ണൻ 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 എന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ. ഉണ്ണുമ്പോഴും ഇരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും വേണ്ട എല്ലാ സമയവും. ഇത് ഭരതന് ഈ എല്ലാ സമയവും മാൻകുട്ടിയോട് ചേർന്നാണ്. ഇരിക്കുന്ന മാൻകുട്ടിയോട് ചേർന്ന് ഇരിക്കുള്ളൂ, കിടക്കുന്ന മാൻകുട്ടിയുടെ കൂടെ കിടക്കുള്ളൂ, സഞ്ചരിക്കുമ്പോൾ മാൻകുട്ടിയെ കൂടെ കൊണ്ടുപോകും, ഭക്ഷണം കഴിക്കുമ്പോൾ മാൻകുട്ടിയും ഒന്നിച്ചിരുന്ന് കഴിക്കുള്ളൂ. ഇതിലൊക്കെ സ്നേഹാനുബദ്ധനായിട്ട് ഭവിച്ചു ആഫീത്. ഇതി കൃതാനുഷംഗാം ആസനശയനാടന സ്ഥാനാസനാദിഷു ഫഹ മൃഗജഹുന സ്നേഹാനുബദ്ധ ഹൃദയ ആഫീത്. ഇതി കൃതാനുഷംഗ ആസനശയനാടന സ്നാനാസനാദിഷു ഫഹ മൃഗജഹുന സ്നേഹാനുബദ്ധ ഹൃദയ ആഫീത്. കുശകുസുമഫമൻ പലാശഫല മൂലോദക അന്യാഹരിഷ്യമാണോ വൃഗ ശാലാവൃഗാദിഭ്യോ ഭയം അശംസമാനോ യഥാ ഫഹ ഹരിണഗുണകേന വനം സമാവിശതി. തൻ്റെ ഈ പ്രവൃത്തികളൊക്കെ കുറെ വിട്ടു കഴിഞ്ഞു എങ്കിലും ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അതിനെന്ത് വേണം? ദർഭ വേണം, ചമത വേണം, പൂക്കൾ വേണം, ഫലമൂലങ്ങൾ വേണം, വെള്ളം വേണം. ഇതൊക്കെ പോണമല്ലോ. ഇതൊന്നും അത്യാവശ്യം ഇല്ലാതിരിക്കാൻ പറ്റില്ല. ഫലമൂലങ്ങൾ കഴിക്കാതിരിക്കാൻ പറ്റില്ല, വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റില്ല. ചമതയിരുന്ന് എന്നും ചെയ്യണം. ഇതിന്റെ പൂ നിത്യേന പൂജയ്ക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഇവിടെ കുശ എന്നുള്ളത് ദർഭയുടെ ഒരു പ്രതീകമായിട്ടാണ്. ദർഭ കുശ രണ്ടും ഏതാണ്ട് ഒരു ഗോത്രത്തിൽപ്പെട്ടതായതുകൊണ്ട് പകരം മാറി മാറി ഉപയോഗിക്കാറുണ്ട്. കുസുമം പൂവ, ഫമിത്ത് ചമതയാണ്. ഫമിത്ത് പലാശ ഫല, പലാശം ഇലയാണ്. ഫലമൂല ഉദകാനി, ഫലമൂലങ്ങളും ഉദകങ്ങളും. ആഹരിഷ്യമാണോ, കൊണ്ടുവരാൻ വേണ്ടി പോകുമ്പോൾ വൃഗശാല വൃഗാദിഭ്യോ ഭയം ആശംസമാന, ചെന്നായികളിൽ നിന്നും ഉപദ്രവം ഉണ്ടാകുമോ എന്ന് പേടിച്ചതുകൊണ്ട്, വൃഗം എന്താണ്? ചെന്നായ. നാട്ടിലെ ചെന്നായ്ക്കളും പട്ടികളെ നാട്ടിലെ ചെന്നായ്ക്കൾ എന്നാ പറയുക. അതുകൊണ്ട് ശാലാവൃഗാദികളിൽ നിന്നും വൃഗം ചെന്നായാണ്. ശാലാവൃഗം ഇവിടെ നായ്ക്കളാണ്.
കുശകുസുമ സമിത് പലാശ ഫല മൂലോദകാനി ആഹരിഷ്യമാണോ? ഇതൊക്കെ കൊണ്ടുവരാൻ വേണ്ടി പോകുമ്പോൾ ചെന്നായെ ശാലാവൃക എന്നുള്ളത് നാട്ടിലെ ചെന്നായി, അതിനെ പട്ടികളെന്ന് വിളിക്കാം, നായ്ക്കൾക്ക് പലരുടെ വാക്കാം. അവയിൽ നിന്നും ഭയം ആശംസമാനോ, അവയിൽ നിന്നും ഭയം ഊഹിച്ചുകൊണ്ട്, അവയിൽ നിന്നും ഈ മാൻകുട്ടി പേടിക്കും എന്ന് വിചാരിച്ചുകൊണ്ട്, യഥാ ഫഹ എപ്പോഴാണോ പോകുന്നത് അപ്പോൾ ഫഹ ഹരിണ ഗുണകേന അതിനെയും കൊണ്ട് വനം സമാവിശതി കാട്ടിൽ പൂവിറക്കാൻ പോയാൽ മാൻകുട്ടിയെ കൊണ്ടുപോകും, ദർഭ അറക്കാൻ പോയാൽ മാൻകുട്ടിയെ കൊണ്ടുപോകും, ഫലമൂലങ്ങളോ വെള്ളമോ എടുക്കാൻ പോയാൽ മാൻകുട്ടിയെ കൊണ്ടുപോകും. കാരണം അതിനെ രക്ഷിക്കാൻ ആരുമില്ലാത്തൊന്ന് ഭയമാണ്. അത്യധികമായ ആസക്തി മാൻകുട്ടിയിലേക്ക് വർദ്ധിച്ചു വരികയാണ്. ഇത് കാട്ടിൽ കഴിയുന്ന ഒരു മാനാണ്. നാട്ടിൽ കൊണ്ടുവരുത്തി ഇങ്ങനെ ആരും പരിചരിക്കാറില്ല. അത് പരിചരിക്കേണ്ട ആവശ്യമില്ല, മനുഷ്യക്കുട്ടിയല്ല. ഇത് കാട്ടിൽ ചെന്നായ്ക്കളുടെയും നായ്ക്കളുടെ ഒക്കെ ഇടയിൽ ജീവിച്ചു വളർന്നതാണ്. അതിന് അവിടെ നിന്നൊക്കെ ഓടാനും രക്ഷപ്പെടാനും ഒക്കെ അതിനറിയാം. ഈ ഒരു വിചാരം ഭരതനപ്പോഴും ഉണ്ടായില്ല. തൻ്റേതല്ലാത്ത മറ്റെന്തോ ഒന്നിനെ തൻ്റേതാക്കി വെച്ച് അതിനെ കൊണ്ട് വിഷമിക്കുന്ന ദുഃഖാകുലമായ ഒരു അവസ്ഥയെക്കുറിച്ച് വർണ്ണിക്കാൻ വേണ്ടിയാണ്. കുശകുസുമസമിത് പലാശഫലമൂലോദക അന്യാഹരിഷ്യമാണോ മൃഗശാല മൃഗാദിഭ്യോ ഭയമാശംസമാനോ യഥാ ഫഹ ഹരിണഗുണകേന വനം സമാവിശതി. കുശകുസുമ സമിത് പലാശ ഫലമൂലോദകാനി ആഹരിഷ്യമാണോ മൃഗശാലാമൃഗാദിഭ്യോ ഭയം ആശംസമാനോ യഥാ ഫഹ ഹരിണഗുണകേന വനം സമാവിശതി. കുശകുസുമ സമിത് പലാശ ഫലമൂലോദക അന്യാഹരിഷ്യമാണോ മൃഗശാലാമൃഗാദിഭ്യോ ഭയം ആശംസമാനോ യഥാ ഫഹ ഹരിണഗുണകേന വനം സമാവിശതി. പഥിഷുജ മുക്തഭാവേന തത്ര വിഷക്തമതി പ്രണയഭരഹൃദയ കാർപ്പണ്യാൻ കന്ധേനോദ്വഹതി. പഥിഷു വഴിയിൽ ച മുഗ്ധഭാവേന ഒരു കുട്ടിയാണെന്നുള്ള ഭാവം കൊണ്ട്, മുഗ്ധഭാവേന മോഹനമായ ഭാവം കൊണ്ട്, തത്ര തത്ര അവിടെ വിഷക്തമതിഹി ആസക്തിയോട് കൂടിയ മതിയെ, വിഷക്തം വിഭക്തമാണ്, ആസക്തമാണ്. വിഷക്തമതി പ്രണയഭരഹൃദയ അതിനോടുകൂടി, അതിനോടുള്ള പ്രണയഭരം അതിസ്നേഹം കൊണ്ട് നിറഞ്ഞ ഹൃദയത്തോടു കൂടിയവനായി. വഴിയിൽ വെച്ച് കാടുകളിൽ പ്രവേശിക്കുമ്പോൾ ഈ മാൻകുട്ടി ബാലചാപല്യം കൊണ്ട് അവിടൊക്കെ ഓടിച്ചാടി കളിച്ച് നടക്കുന്നുണ്ടാവും. അങ്ങനെ കളിച്ച് താമസിക്കുമ്പോൾ അതിൻ്റെ പേരില് അതിസ്നേഹം കൊണ്ട് ഭയമാണ് അതിനെടുത്ത് തോളിൽ. കാർപ്പണ്യാത് സ്കന്ധേന ഉദ്വഹതി, കൃപണത കൊണ്ട്, ദീനത കൊണ്ട്, ദൈന്യത കൊണ്ട് സ്കന്ധേന തോളിൽ ഉദ്വഹതി വഹിക്കും. അപ്പൊ താഴേക്ക് പോലും ഇറക്കി വിടില്ല. ഇത് മാൻകുട്ടി കാട്ടിൽ ഓടിച്ചാടി നടക്കേണ്ടതല്ലേ, അതുപോലുമില്ല. അങ്ങനെ ഓടിച്ചാടി നടക്കാൻ അതിനെ അനുവദിക്കാതെ ഓടുന്ന കണ്ടാൽ അപ്പ പിടിച്ച് എന്നാ സ്വന്തം തോളിൽ കിടക്കും. പഥിഷുജ മുക്തഭാവേന തത്ര വിഷക്തമതിപ്രണയഭരഹൃദയ കാർപ്പണ്യാ സ്കന്ധേനോദ്വഹതി. പഥിഷുജ മുക്തഭാവേന തത്ര വിഷക്തമതിപ്രണയഭരഹൃദയ കാർപ്പണ്യാ സ്കന്ധേനോദ്വഹതി. ഏവം ഉത്സംഗ ഉരസിജ ആധായ ഉപരാളയൻ മുദം പരമമവാപാം. ഏവം ഇങ്ങനെ ഉത്സംഗ ഉരസി മടിയിലും മാറിലുമൊക്കെ ച ആധായ വെച്ചിട്ട് ഉപലാളയൻ ലാളിച്ചുകൊണ്ട് മുദം പരമം അവാപ ഏറ്റവും വലിയ മോദത്തെ പ്രാപിച്ചു. ചിലപ്പോ മടിയിൽ കിടത്തും, ചിലപ്പോ തോളിൽ കിടത്തും, ചിലപ്പോ തലയിൽ വെക്കും,
എന്നിങ്ങനെ ലാളിച്ച് ലാളിച്ച് പരമമായ സന്തോഷം. ബ്രഹ്മാനന്ദത്തെക്കാൾ കൂടുതൽ സന്തോഷമാണോ ഇപ്പോൾ ഈ മാൻകുട്ടിയെ ലാളിച്ച് കിട്ടിയത് എന്ന് തോന്നിക്കുമാറ് അദ്ദേഹത്തിന്റെ ആ സമസ്ത വ്രതചര്യങ്ങളും അധപ്പതനത്തിലേക്ക് പോയി എന്ന് മാത്രമല്ല, ആ ഭൗതിക വിഷയങ്ങളിലുള്ള ആസക്തി നേരത്തെ ഉള്ളതിനേക്കാൾ ഇരട്ടിയായിട്ട്. പുനശ്ച സന്യാസി ഗൃഹസ്ഥനാവുകയിൽ എന്തൊക്കെയാണ് ദുരന്തം എന്ന് ഓർമ്മിപ്പിക്കാം. സന്യസ്ത ചിത്തനായ ഒരാൾ വീണ്ടും തിരിച്ച് ഗാർഹസ്ഥ്യത്തിലേക്ക് വന്നാൽ ഏറ്റവും വലിയ അപകടം അവിടെയാണ്. സന്യസ്തനല്ലാത്ത ഒരാൾക്ക് ഗാർഹസ്ഥ്യമാവാൻ കുഴപ്പമില്ല. ഈ താഴോട്ടുള്ള ഒരു വരവ്, അതാണ് അധപ്പതനം. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, ഇത് മുകളിലോട്ടാണ് പോകുന്നത്. മുകളിൽ നിന്ന് താഴോട്ട് പോരാൻ പറ്റില്ല. ഇത് അങ്ങനെ ഒരു അധപ്പതനമാണെങ്കിലും അതിഭയങ്കരമായ മോദം ഇദ്ദേഹത്തിന് ലഭിച്ചു. ഏവം ഉത്സംഗ ഉരഭിജാധായ ഉപരാളയൻ മുദം പരമമവാപാം. ഏവം ഉത്സംഗ ഉരഭിജാധായ ഉപരാളയൻ മുദം പരമമവാപാം. ക്രിയായാം നിർവർത്യമാനായാം അന്തരാളേപ്യുദ്ധായോദ്ധായാം യതേനം അഭിജക്ഷീതർഹി വാവ വർഷവതി പ്രകൃതിസ്ഥേന മനസാ തസ്മാ ആശിഷ ആശാസ്തേ സ്വസ്തിസ്താദ്വത്സ തേ സർവത ഇതി. ക്രിയായാം നിർവർത്യമാനായാം, ക്രിയകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, നിർവർത്യമാനായ ക്രിയായാം, ദേവപൂജകൾ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ, അന്തരാളേതി, അതിൻ്റെ ഇടയ്ക്ക്, അന്തരാളത്തിൽ, അതിൻ്റെ നടുക്ക്, മധ്യത്തിൽ, അഭി ഉദ്ധായ, ഉദ്ധായ, എഴുന്നേറ്റ് എഴുന്നേറ്റ്, യഥാ ഏനം അഭിചക്ഷീത, അവനെ പോയിന്ന് നോക്കും. ഏനം അഭിചക്ഷീത, ഇവനെ നോക്കും എന്നർത്ഥം. ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് ഇവനെ നോക്കും. ക്രിയായാം നിർവർത്യമാനായാം അന്തരാളേപി ഉദ്ധായ ഉദ്ധായ, ഓരോ പൂജാതി ക്രിയകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി. ഇപ്പൊ എന്താണ്, ഒരു പൂ കയ്യിലെടുത്ത് ദേവപാദ്യങ്ങളിലേക്ക് അർപ്പിച്ചിട്ട് അടുത്ത പൂ എടുക്കുമ്പോൾ ഈ മാനിനെ കാണാതെ അങ്ങോട്ട് പോയി നോക്കും. നോക്കി കുഴപ്പമില്ലാന്ന് കണ്ടു, തിരിച്ചു വന്ന് അടുത്ത പൂ വീണ്ടും എടുക്കും. പൂ കയ്യിലെടുക്കുമ്പോൾ പിന്നെയും മാൻ, ഈ പൂവ് കൊണ്ട് മാനിന്റെ അടുത്തേക്ക് പോകും. തിരിച്ചു വന്നിട്ട് ഈ പൂവ് എന്താണ്, ദേവപാദങ്ങളാണെങ്കിലും മാനാണെന്ന് സങ്കല്പിച്ച് അവിടെ നിക്ഷേപിച്ചിട്ട് പിന്നെയും മാനിന്റെ പുറകെ പോകും. അതാണ് ക്രിയായാം നിർവർത്യമാനായാം അന്തരാളേപി ഉദ്ധായ, ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റിട്ട്, ഉദ്ധായ, വീണ്ടും വീണ്ടും എഴുന്നേറ്റിട്ട്, യഥാ ഏനം അഭിചക്ഷിത, എപ്പോഴാണോ അവനെ നോക്കുന്നത്, തർഹി വാ വാ, അപ്പോഴാവട്ടെ, വർഷപതി, ആ രാജാവ്, വർഷപതി ഇവിടെ രാജാവാണ്, ഒരു വർഷത്തിന്റെ, ഒരു ഭൂഖണ്ഡത്തിന്റെ പതി എന്നുള്ള അർത്ഥത്തിൽ. വർഷപതി, ആ രാജാവ്, പ്രകൃതിസ്ഥേന മനസാ, ആ രാജാവ് ഏകാഗ്രമാക്കിയിട്ട്, മനസ്സിനെ സ്വപ്രകൃതിയിലേക്ക് നിർത്തിയിട്ട്, പ്രകൃതിസ്ഥേന മനസാ തസ്മൈ, അതിനായിക്കൊണ്ട്, ആശിഷ, ആശാസ്തെ, ആ മാൻകുട്ടിയെ എവിടെ എവിടെ എന്ത് ചെയ്യുന്നു നോക്കുക മാത്രമല്ല, ആ സമയത്ത് ഈശ്വരനിലേക്ക് മനസ്സ് ഉറപ്പിച്ചുകൊണ്ട്, തസ്മൈ ആശിഷ, ഇവനാണ് ആശംസ പറയുന്നത്. ആശാസ്തെ, എന്താണ് ആശംസിക്കുന്നത്, എന്താണ്, സ്വസ്തി വത്സ, ഹേ കുഞ്ഞെ, നിനക്ക് മംഗളം ഉണ്ടാവട്ടെ.
എന്ന് ഈ മാനിനോട് പറയും. ഈശ്വരനെ ധ്യാനിക്കുന്നതിനിടയ്ക്കാണിത്. ആശാസ്തേ ഫുഫ്തി സ്ഥാദ് വൽഫ. സ്ഥാദ് വൽഫ കൂടി ചേരുമ്പോ സ്ഥാദ് വൽഫ എന്നൊന്ന് ചുരുന്നാണ്. തേ ഫർവത ഇതി. അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും. ഇത് നിനക്ക് എന്നും മംഗളത്തിനായിട്ട് ഭവിക്കട്ടെ എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ട് ഈ അനുഗ്രഹം പോലും എന്താണ്, ഈ കുട്ടിയുടെ ഭാഗത്ത് മംഗളം ഉണ്ടാകട്ടെ എന്നുള്ള ആശംസ മാത്രമാണ് പ്രാർത്ഥന, വേറൊന്നുമില്ല. അപ്പൊ ക്രിയായം നിർവർത്യമാനായാം അന്തരാളേ അഭി ഉദ്ധായാം യദൈനം അഭിചക്ഷീത തർഹി വാവഭ വർഷപതി പ്രകൃതിസ്ഥേന മനസാ തസ്മാ ആശിഷ ആശാസ്തേ സ്വസ്തി സ്ഥാദ്വൽഫ തേ ഫർവതൈതി. ക്രിയായാം നിർവർത്യമാനായാം അന്തരാളേപി ഉദ്ധായോദ്ധായാം യദാ ഏനം അഭിചക്ഷീത യദൈനം അഭിചക്ഷീത തർഹി വാ വാ ഫവർഷപതി പ്രകൃതിസ്ഥേന മനസാം തസ്മൈ ആശിഷ. പദച്ഛേദം ചെയ്യുമ്പോൾ തസ്മൈനെ പറ്റുള്ളൂ. തസ്മൈ ആശിഷ, അതിലെ ഐകാരം ലോപിച്ചു പോയിട്ട് വായിക്കുമ്പോ തസ്മ ആശിഷ എന്ന് വായിച്ചാണ്. ആശാസ്തേ സ്വസ്തി സ്ഥാദ് വൽഫ തേ ഫർവതൈതി. ക്രിയായാം നിർവർത്യമാനായാം അന്തരാളേപ്യുദ്ധായോദ്ധായാം യദൈനം അഭിചക്ഷീത തർഹി വാവഫ വർഷപതി പ്രകൃതിസ്ഥേന മനസാ തസ്മാ ആശിഷ ആശാസ്തേ സ്വസ്തി സ്ഥാദ്വൽഫ തേ ഫർവതൈതി. ക്രിയായാം നിർവർത്യമാനായാം അന്തരാളേപ്യുദ്ധായോദ്ധായ യദൈനം അഭിചക്ഷീത തർഹി വാവ ഫവർഷപതി പ്രകൃതിസ്ഥേന മനസാ തസ്മാ ആശിഷ ആശാസ്തേ സ്വസ്തി സ്ഥാദ്വൽഫ തേ ഫർവതൈതി. അന്യഥാ ഭൃശമുദ്വിഗ്നമന നഷ്ടദ്രവിണൈവ കൃപണഃ ഫകരുണം അതിദർശേണ ഹരിണഗുണകവിരഹ വിഹ്വല ഹൃദയ സന്താപസ്തമേവ നിശോചൻ കില കശ്മലം മഹത് അഭിരംഭിത ഇതി ഹോവാച. അന്യഥാ വേറെ ചില സമയത്ത്, ചിലപ്പോൾ, എന്നുവെച്ചാൽ ഈ കുട്ടിയെ കാണാതിരിക്കും. അന്യഥാ ഭൃശം ഉദ്വിഗ്നമനാഹ, പെട്ടെന്ന് ഉദ്വേഗം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും. കാണുന്നില്ല കുഞ്ഞിനെ, കുട്ടി എവിടെയാണ്. നഷ്ടദ്രവിണൈവ, ധനം നഷ്ടപ്പെട്ടവനെ പോലെ ആവും. ദ്രവിണം ധനം, നഷ്ടദ്രവിണ ധനം നഷ്ടപ്പെട്ടതിനെ പോലെ. കാശ് നഷ്ടപ്പെട്ട എന്ത് ചെയ്യും? തപ്പി നടക്കരുതേ. എവിടെയാണ് എവിടെയാണ്? അവിടെ വെച്ചോ, ഇവിടെ വെച്ചോ, മേശക്കകത്ത് വെച്ചോ, അടുക്കള വെച്ചോ, പുരക്കകത്ത് വെച്ചോ, വെളിയിൽ കൊണ്ടുവച്ചോ, പോക്കറ്റിലിട്ടോ, ഇങ്ങനെ തപ്പുകയല്ലേ. ഇതുപോലെ ഈ മാൻകുട്ടിയെ കാണാതാകുമ്പോൾ നഷ്ടദ്രവിണൈവ, ധനം നഷ്ടപ്പെട്ടവനെ പോലെ കൃപണ. എന്നോട് എല്ലാവർക്കും കാരുണ്യം ഉണ്ടാകുന്നേ, ഈ കുഞ്ഞിനെ എവിടെന്നെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് കിട്ടണേ എന്നുള്ള കൃപണതയോടുകൂടി ഫകരുണം, കാരുണ്യത്തോടെ, അതിതർഷേണ, കാരുണ്യം ഉണ്ടാകത്ത വിധത്തിൽ, അതിതർഷ അത്യാഗ്രഹ. ഇപ്പൊ അവിടെ തൃഷയാണ് തർഷയായിട്ട് മാറുന്നത്. ഇപ്പൊ തൃഷ ആഗ്രഹമാണ്. അതിതർഷേണ അത്യധികമായ ആഗ്രഹത്തോടെ, ഫകരുണം അതിതർഷേണ ഹരിണ കുണക, ഈ മാൻകുട്ടിയുടെ വിരഹം കൊണ്ട് വിഹ്വല ഹൃദയമായി സന്താപിക്കുന്നവനായി, തമേവ അനുശോചൻ, അവനെ കുറിച്ച് തന്നെ വീണ്ടും വീണ്ടും ദുഃഖിച്ചുകൊണ്ട്, ഹില കഷ്ടം, കശ്മലം, ആ കശ്മലത്തെ, മഹത്ത് കശ്മലം, വലിയ കശ്മലത്തെ, മഹത് അഭിരംഭിത, അഭിരംഭിതം പ്രാപിച്ചവൻ, അഭിരംഭിത ഇതി ഹ ഉവാച എന്ന് ഇങ്ങനെ പറയും. ഇടയ്ക്കിടയ്ക്ക് മാൻകുട്ടിയെ കാണാതായാൽ അപ്പ തന്നെ മനസ്സ് ക്ഷീണിക്കും, ദുഃഖിതനാകും. കാശ് നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ കാശിനെ അന്വേഷിച്ച് നടക്കുന്നത് പോലെ ദുഃഖിതനാകും. കാണുന്നവർക്ക് കൂടി കരുണയുണ്ടാകത്തക്ക മട്ടിൽ ഓടി നടക്കും. ആ മാൻകുട്ടിയുടെ വേർപാട് കൊണ്ടുള്ള ദുഃഖത്താൽ ഹൃദയം ഏറ്റവും അധികം സന്തപിക്കും.
അതിനെക്കുറിച്ച് തന്നെ ക്ലേശിക്കും. അസഹ്യമായ മോഹത്തോടു കൂടി നിലവിളിച്ചു പറയും, മാൻകുട്ടിയെ കാണുന്നില്ലല്ലോ, കാണുന്നില്ലോ. എത്രക്ക് ദൃഢമായി നോക്കണം. ജന്മാന്തരകൃതമായ വാസനകൾ എത്ര സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പുറപ്പെട്ടാലും നമ്മെ പിടിച്ച് തടഞ്ഞു നിർത്തി ബലാത്കാരം ഇങ്ങോട്ട് കൊണ്ടുവരും. ബലാത് ആകർഷ്യത്തെ ഇത് കാണിക്കാൻ ഭരതന്റെ കഥ ഉദാഹരിച്ചതാണ്. അന്യതാഭൃശമുദ്യുഗ്നമനാഹാം നഷ്ടദ്രവണൈവ കൃപണഹാം ഫകരുണം അതിദർശേണ ഹരിണഗുണകാം വിരഹവിഹുര ഹൃദയഫന്താപസ്തമേവാനുശോചൻ കില കശ്മലം മഹത് അഭിരംഭിത ഇതി ഹോവാചാം അന്യതാ ഭൃശമുദ്വിഗ്നമനാ നഷ്ടദ്രവണൈവ കൃപണഹാം ഫകരുണം അതിദർശേണ ഹരിണഗുണക വിരഹ വിഹുര ഹൃദയ സന്താപഃ തമേവ അനുശോചൻ കില കശ്മലം മഹത് അഭിരംഭിത ഇതി ഹ ഉവാചാം അന്യതാഭൃശമുദ്വിഗ്നമനാം നഷ്ടദ്രവണൈവ കൃപണഃ ഫകരുണം അതിദർശേന ഹരിണഗുണക വിരഹ വിഹുര ഹൃദയ സന്താപഃ തമേവാനുശോചൻ കില കശ്മലം മഹദഭിരംഭിത ഇതി ഹോവാചാം അപിബത സ്വപൈ കൃപണം ഏണ ബാലകോ മൃതഹരിണീഫുതോ മമ അനാര്യഫ്യ ഷഠകിരാതമദേഹേ അകൃതഫുഗതസ്യ കൃതവിശ്രംഭ ആത്മപ്രത്യേന തദവിഗണയൻ സുജന ഇവ ആഗമിഷ്യതി. അപി തന്നെയുമല്ല, ബത കഷ്ടം സ്വവൈ അവനാകട്ടെ, കൃപണ ആ കൃപണൻ ആകട്ടെ, എന്നോട് കാരുണ്യം തോന്നണം എന്നുള്ള ദീനഭാവത്തോടു കൂടിയവനാണ് കൃപണൻ. അവനാകട്ടെ ഏണബാലകോ ആ മാൻകുട്ടി, ഏണബാലകനായ ആ മാൻകുട്ടി മൃതഹരിണീഫുത മരിച്ച മാൻപേടയുടെ പുത്രൻ. മമ അനാര്യഫ്യ അനാര്യനായ എന്റെ, ആര്യനല്ലാത്ത എന്റെ, അനാര്യഫ്യ മമ ഷഠകിരാതമതേഹി ഒരു ഷഠനായ കിരാതന്റെ ബുദ്ധി പോലെ ഇരിക്കുന്ന മതിയോട് കൂടിയ അനാര്യനായ ഷഠകിരാതമതിയായ എന്റെ അകൃതഫുകൃതഫ്യ ഫുകൃതം ചെയ്യാത്തവനായ എന്റെ അകൃതഫുകൃതഫ്യ കൃതവിശ്രംഭ വിശ്വാസത്തോടു കൂടിയ ആത്മപ്രത്യേന ആത്മവിശുദ്ധി കൊണ്ട് തത് അവിഗണയൻ അതിനെയൊന്നും പരിഗണിക്കാതെ സുജനൈവ ആഗമിഷ്യ സജ്ജനത്തെ പോലെ ആഗമിഷ്യതി ആഗമിക്കുമോ സംശയമാണ്, ചോദ്യമാണ്. ഈ ഭരതന്റെ വിചാരമാണ് കഷ്ടം, ഹത്തായ കഷ്ടമാണ്. ഞാൻ ഇങ്ങനെ കർണയില്ലാത്തവനായി പോയല്ലോ. അമ്മയില്ലാത്ത ആ ആൺകുട്ടി എന്നിൽ വിശ്വാസം വെച്ചായിരുന്നു എന്റെ കൂടെ നിന്നത്. ഞാനാകട്ടെ വഞ്ചകനായ കാട്ടാളനെ പോലെ വേണ്ട വിധത്തിൽ പരിപാലിച്ചില്ല, കാണാനില്ലല്ലോ. അതിന്റെ ആ കളികളും അതിന്റെ മുഖത്ത് നോക്കിയിരിക്കുന്ന സുഖം അനുഭവിക്കാനുള്ള സുഖം എനിക്കില്ല. അതൊരു സുഖമാണെന്ന് വിചാരിച്ചു. ഞാൻ കാണിച്ച വിശ്വാസ വഞ്ചന, സ്വയം ഏറ്റെടുത്താണ് ഈ പരിരക്ഷ. അതിപ്പോ വേണ്ട പോലെ ആയില്ല, കാണാതായി. അപ്പൊ ദുഷ്ടന്മാർ ചെയ്യുന്ന അപരാധത്തെ ഗണിക്കാതെ സജ്ജനം അവരുടെ ഗൃഹത്തിൽ പ്രവേശിക്കുന്നത് പോലെയാണ് ദീനനായ ആ ഹരിണബാലകൻ എന്റെ അരികത്ത് ഇനിയും വരുമോ? അവനെ കാണാനില്ലല്ലോ. കൂടുതൽ ദുഃഖിതനായി. ഒരു ദിവസം അല്പസമയം ഒന്ന് കണ്ണു മാറിയപ്പോൾ അങ്ങ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഈ മാൻകുട്ടിയെ പിന്നെ കാണുന്നില്ല.
എന്തെന്നില്ലാത്ത ദുഃഖം, സങ്കടം, വേദന, അതിന്റെ ചിന്തകളാണ് ഈ അവതരിപ്പിച്ചത് മുഴുവൻ. അപിബത സ്വവൈ കൃപണ ഏന ബാലകോ മൃതഹരിണീഭൃതോ മമ അനാര്യസ്യ ഷഠകിരാതമതേഃ അഗതസുഗതസ്യ കൃതവിശ്രംഭ ആത്മപ്രത്യയേന തദവിഗണയൻ പുജനൈവ ആഗമിഷ്യതി. അപിബത സ്വവൈ കൃപണ ഏന ബാലകോ മൃതഹരിണീഭൃതോ മമ അനാര്യസ്യ ഷഠകിരാതമതേഃ അഗതസുഗതസ്യ കൃതവിശ്രംഭ ആത്മപ്രത്യയേന തദവിഗണയൻ ഭുജന ഇവ ആഗമിഷ്യതി. അപിബത സ്വവൈ കൃപണ ഏന ബാലകോ മൃതഹരിണീഭൃതോ മമ അനാര്യസ്യ ഷഠകിരാതമതേഃ അഗതസുഗതസ്യ കൃതവിശ്രംഭ ആത്മപ്രത്യയേന തദവിഗണയൻ ഭുജനൈവ ആഗമിഷ്യതി. അപി ക്ഷേമേണ അസ്മിन् ആശ്രമോപവനെ ഷഷ്പാണി ജലന്തം ദേവഗുപ്തം ദ്രക്ഷ്യാമി. അപി തന്നെയുമല്ല, ക്ഷേമേണ അസ്മിन् ആശ്രമോപവനെ, ക്ഷേമത്തോടുകൂടി ഈ ആശ്രമ ഉപവനത്തിൽ, ആശ്രമത്തിന്റെ സമീപത്തുള്ള വനത്തിൽ ഷഷ്പാണി ചരന്തം, ഷഷ്പങ്ങൾ പുല്ലുകളാണ്. പുല്ലുകൾ മെത്ത പോലെ വിരിഞ്ഞിരിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് ഷഷ്പം, പുൽമേട് എന്നൊക്കെ പറയാം. അങ്ങനെയുള്ള പുൽമേടുകളിൽ കൂടി ചരന്തം, അതിൽ കൂടി സഞ്ചരിച്ച് പുല്ലുകൾ ഭക്ഷിച്ച് ദേവഗുപ്തം, ഈശ്വരനാൽ രക്ഷിക്കപ്പെടുന്നവനായ ഇവനെ ദ്രക്ഷ്യാമി അപി, കാണാൻ പറ്റുമോ? ഇളംപുല്ല് തിന്ന് ഈ ആശ്രമ പരിസരത്ത് കൂടി സഞ്ചരിച്ച് ഈശ്വരൻ മാത്രമേ ഉള്ളൂ ഇവനെ രക്ഷിക്കാൻ എന്നുള്ള ആ ഒരു വിചാരത്തോടു കൂടി ആ ബാലന് ഇനിയും അപകടമൊന്നും ഉണ്ടാകരുതേ, എനിക്ക് എങ്ങനെ കാണാൻ പറ്റും ഇവനെ? വല്ല ആപത്തിനും ചെന്ന് ചാടിയിട്ടുണ്ടോ, നായ്ക്കൾ കടിച്ചു കയറിയിട്ടുണ്ടോ, അതോ വെള്ളത്തിൽ വീണുപോയോ, അഗ്നിബാധയേറ്റോ, എനിക്കറിയില്ല എന്നിങ്ങനെ ഏറ്റവും അധികം ദുഃഖിത ഹൃദയനായി. അഭിക്ഷേമേണാസ്മിന്നാശ്രമോപവനെ ഷഷ്പാണി ചരന്തം ദേവഗുപ്തം ദ്രക്ഷ്യാമി. അഭിക്ഷേമേണാസ്മിന്നാശ്രമോപവനെ ഷഷ്പാണി ചരന്തം ദേവഗുപ്തം ദ്രക്ഷ്യാമി. അഭിച നമൃഗഃ ശാലാവൃഗോ അന്യതമോ വാ നൈകതര ഏകതരോ വാ ഭക്ഷേതി. അഭിച തന്നെയുമല്ല, വൃഗഃ ചെന്നായ, ശാലാവൃഗഃ നായ്ക്കൾ, അന്യതമ മറ്റേതെങ്കിലും മൃഗങ്ങളാൽ, വാ ന ഏകതര നൈകതരനായിട്ട് സംഘമായി സഞ്ചരിക്കുന്നത്, ഒറ്റയ്ക്കായി സഞ്ചരിച്ചു പോകുന്നത്, ഏകചരനായി വാ ഭക്ഷേതി. സംഘം ചേർന്ന് വരുന്ന കാട്ടു ചെന്നായ്ക്കളോ, നാട്ടു ചെന്നായ്ക്കളോ, പുലികളോ, സിംഹങ്ങളോ, ആനകളോ കൂട്ടം കൂട്ടമായിട്ട് വന്ന് ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ഈ മാനിനെ അപകടപ്പെടുത്തി പിടിച്ചു കാണുമോ? അറിയില്ല. അഭിച നമൃഗഃ ശാലാവൃഗോ അന്യതമോ വാ നൈകതര ഏകതരോ വാ ഭക്ഷേതി. അഭിച നമൃഗഃ ശാലാവൃഗോ അന്യതമോ വാ നൈകതര ഏകതരോ വാ ഭക്ഷേതി. നിമ്ലോചതിഹ ഭഗവാൻ സകല ജഗത്ക്ഷേമോദയ ത്രയാത്മാദ്യാപി മമ ന മൃഗവധുന്യാസ ആഗച്ഛതി. നിമ്ലോചതി അസ്തമിക്കുക. ഭഗവാൻ, ആ ഭഗവാൻ അസ്തമിക്കുമ്പോൾ, അപ്പൊ സൂര്യൻ അസ്തമിക്കാതായി. നിമ്ലോചതി ഭഗവാൻ സകല ജഗത് ക്ഷേമോദയ, സകല ജഗത്തിന്റെ ക്ഷേമത്തിന്റെ ഉദയത്തിന് കാരണമായ ആ സൂര്യൻ, സകല ജഗത് ക്ഷേമോദയ ഭഗവാൻ നിമ്ലോചതി. ത്രൈ ആത്മാദ്യാവി, ത്രൈ ആത്മാ എന്ന് വെച്ചാൽ വേദമാണ്. അപ്പൊ ത്രൈയാത്മാ അദ്യാവി, വേദസ്വരൂപനായിരിക്കുന്ന ആ ഭഗവാൻ സൂര്യന്റെ വിശേഷങ്ങളാണ്.
ഫകരജഗക്ഷേമോദയ ത്രയ്യാത്മാ ഭഗവാൻ ഹാ നിമ്ലോചതി അദ്യാപി മമ, ഇപ്പോഴും എനിക്ക് മൃഗവധൂന്യാഫ, ആ മൃഗവധു മാൻപേട, മൃഗവധുവിന്റെ മാൻപേട, ആ മാൻപേടയാൽ ന്യാസമായി നിക്ഷേപമായി തന്നതാണ് ഈ കുട്ടിയെ. ഡെപ്പോസിറ്റ് എന്റെ തന്നാണ്. ആ കുട്ടിയെ ആകർഷതി ഇപ്പോഴും വരുന്നില്ലേ? അതിനെ കാണാൻ എനിക്ക് അവകാശമില്ലേ? എനിക്ക് ഈ ജന്മത്തിൽ കാണാൻ പറ്റില്ലേ? ആ മാൻപേട എന്നെ ഏൽപ്പിച്ച ഈ നിക്ഷേപം ഞാൻ കളഞ്ഞു കുഴിച്ചാണോ? അത് സൂക്ഷിച്ചില്ലേ? ഇങ്ങനെ കാണാതായാൽ ഇരുട്ടിൽ ഞാൻ എവിടെ തപ്പും? സൂര്യൻ അസ്തമിക്കാൻ പോകും. നിമ്ലോചിതിഹ ഭഗവാൻ സകല ജഗക്ഷേമോദയ ത്രയ്യാത്മാദ്യാപി മമ മൃഗവധൂന്യാഫ ആഗച്ഛതി. നിമ്ലോചിതിഹ ഭഗവാൻ സകല ജഗക്ഷേമോദയ ത്രയ്യാത്മാദ്യാപി മമ മൃഗവധൂന്യാഫ ആഗച്ഛതി. നിമ്ലോചിതിഹ ഭഗവാൻ സകല ജഗക്ഷേമോദയ ത്രയ്യാത്മാദ്യാപി മമ മൃഗവധൂന്യാഫ ആഗച്ഛതി. ഇവിടെ തീർന്നില്ല. ഭരതന്റെ നമ്മുടെ സമയം കഴിഞ്ഞു. പക്ഷെ ഭരതന്റെ വിചാരങ്ങൾ ഇനിയുമുണ്ട്. ഇത്ര വിസ്തരിച്ച് അവതരിപ്പിക്കുന്നത് ഇതിലേതെങ്കിലും ഘടകങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവാം. ഉണ്ടാകാൻ സാധ്യതയുള്ള വിഷയങ്ങളെ മുഴുവനും കൂടി ഈ ഒറ്റ സന്ദർഭത്തിൽ അവതരിപ്പിച്ചു തീർക്കുന്നത് ഒരുപക്ഷെ ഭരതന്റെയോ മാനുട്ടിയുടെയോ വിഷയത്തിൽ ഇത്രയും ആവണമെന്നില്ല. പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതിലേതെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും സംഭവിച്ചുകൊണ്ടേയിരിക്കാം എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇനിയും കുറെ ഭാഗം കൂടി കൊണ്ട് വിസ്തരിച്ച് അവതരിപ്പിച്ചിട്ടാണ് ബാക്കി ഭാഗത്തിലേക്ക് പോകുന്നത്. നമുക്ക് അടുത്ത ശ്ലോകം മുതൽ അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം. സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ സാറേ 15-ാമത്തെ വാചകല്ലേ, ഇത് ഹരിണിസുതോ ഹോന്നില്ല മമ അനാര്യസ്യ, ഇത് ഹരിണിസുതോ ഹോന്നില്ല. 15 ആ അഭിബദ സവൈകൃവണ ഏണ ബാലകോ മൃത ഹരിണീസുതോ ഹോ മമ അനാര്യസ്യ. എന്താ ക്രിയായ നിർവൃത്യമാനായ മന്ദരാളയപ്യുദ്ധായ, അതാണോ? അല്ല സാറേ, 15 അഭിബദ സവൈകൃവണ ഏണ ബാലകോ മൃത ഹരിണീസുതോ ഹോ മമ അനാര്യസ്യ. സാറേ അത് 17-ാമത്തേതാ നമ്മുടെ. അത് എന്റെ 17 മൃത ഹരിണീഫുതോ എന്നേ ഉള്ളൂ. ആണോ? ഹോന്നുണ്ട് ഇതിനകത്ത്. ഇപ്പൊ എന്താ ചെയ്യണ്ട? അയ്യോ, ഹോ വരാൻ പറ്റത്തില്ല. അതുപോലെ വട്ടത്തെറ്റാതെ വെട്ടിക്കളഞ്ഞേ പറ്റുള്ളൂ. ഹരിണീഫുതോന്നേ വരുള്ളൂ. ഹരിണീഫുത എന്ന് പ്രഥമയാണത്. ഓക്കെ. അവിടെ വിസർഗവും പറ്റില്ല, ഹകാരവും പറ്റത്തില്ല. സംശയങ്ങളില്ലെങ്കിൽ ഉപസംഹരിക്കാം. സാറേ ഹരിണീസുതോ കഴിഞ്ഞിട്ട് ഒരു ആ എന്നുള്ള ആ ചിഹ്നം പ്രശേഷം ഉണ്ട് അവിടെ? അതിന്റെ ആവശ്യമില്ല. ഇല്ല. ഓക്കെ, താങ്ക് യു. പിന്നെ നമ്മുടെ ഭാഗവത പത്രം ഈ പ്രാവശ്യം നാരായണീയ പത്രമല്ല, ഭാഗവത പത്രമാണെന്നുള്ള അറിഞ്ഞു കാണും നിങ്ങള്. ഭാഗവതത്തിലെ 1, 2, 3 സ്കന്ധങ്ങൾ മാത്രം 7 ദിവസം കൊണ്ട് പത്രവിചാരം ചെയ്യുകയാണ്. അങ്ങനെ വരുമ്പോൾ 7 പത്രം കൊണ്ട് ഭാഗവതം പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. ഈ പ്രാവശ്യത്തെ നാരായണീയ പത്രത്തിന് പകരം ഭാഗവത പത്രം ആരംഭിക്കുന്നു. ആ ഭാഗവത പത്രത്തിൽ 1, 2, 3 സ്കന്ധം മാത്രമേ ഉള്ളൂ. 7 ദിവസമായിട്ട് പ്രഭാഷണങ്ങളും പാരായണവും അത്രേ ഉള്ളൂ. അപ്പൊ പക്ഷെ തലേ ദിവസം നമ്മൾ രാവിലെ ഒരു സപ്തർഷി സഭ വെച്ചിട്ട് 7 ഋഷിമാരെ അവിടെ പൂജിച്ച് ആദരിച്ച് അവരെ കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യിക്കുന്നത്. 7 പേരും കൂടി, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല.
ഉച്ച കഴിഞ്ഞിട്ട് 2 മണി മുതൽ 4 മണി വരെ മാഹാത്മ്യം 6 അധ്യായവും വായിക്കുന്നു. 4 മണി മുതൽ 5:30 വരെ ആ മാഹാത്മ്യം പ്രഭാഷണവും നിർവഹിക്കുന്നു. അത്രയുമാണ് 4-ാം തീയതി ഞായറാഴ്ച. 5-ാം തീയതി മുതൽ രാവിലെ 7:30 മുതൽ 9 മണി വരെ 1.5 മണിക്കൂർ സമയം ഭാഗവത പാരായണമാണ്. അത് ഈ 3 സ്കന്ധങ്ങൾ ഈ 7 ദിവസം കൊണ്ട് വായിച്ചു കേൾക്കാം. ആ പാകത്തിന് അടുക്കി റെഡിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇതിൽ പങ്കെടുക്കാൻ പാകത്തിന് വായിച്ച് പഠിച്ച് പാകത്തിന് വരണം എന്നൊരു അപേക്ഷ കൂടി അർപ്പിക്കുകയാണ്. നിങ്ങൾ തന്നെയാണ് ഈ വായന, ഈ തലേദിവസത്തെ മഹാത്മ്യവും അന്ന് ഈ 7 ദിവസവും പാരായണം നിങ്ങളാണ്. പ്രഭാഷണം അനേകം പ്രഭാഷകരുണ്ട്, എങ്കിലും നമ്മൾ വെള്ളിനേഴി ഹരീഷിനെ 7 ദിവസത്തെ ആചാര്യനായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. ഹരീഷൻ തലേദിവസം തന്നെ വരും, അന്നും ഉണ്ടാവും. ഈ 8 ദിവസവും ഹരീഷൻ ഇവിടെ ഉണ്ടാവും. അദ്ദേഹത്തെയാണ് ആചാര്യനായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് ഈ പ്രാവശ്യത്തെ പത്രത്തിൽ. അങ്ങനെയാണ് ഈ പ്രാവശ്യത്തെ പത്രത്തിന്റെ രീതി എന്ന് ഞാൻ അവതരിപ്പിച്ചത്. എല്ലാവരും മാഹാത്മ്യ ഭാഗവും 3 അധ്യായങ്ങളും നന്നായി വായിക്കാൻ പഠിച്ച് 2 മാസം കൊണ്ട് അപ്പോഴത്തേക്ക് നിങ്ങൾ എത്തണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും പങ്കെടുക്കാം. ഇന്നാരെങ്കിലും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ ആവാം. സംശയങ്ങളില്ലല്ലോ. എങ്കിലും ഇപ്പൊ സംസാരിക്കാം. നമുക്ക് മൊത്തം അധ്യായങ്ങളും വിശദമായിട്ട് കേൾക്കാൻ പറ്റും, ഓടിച്ചു പോകുന്നതിനേക്കാൾ. അതിനുവേണ്ടിയാണ്. കാരണം ഇതിനകത്ത് കഥ പറയാനൊന്നുമില്ല. വരാഹാവതാരം ഒറ്റ കഥ മാത്രമേ ഉള്ളൂ, ബാക്കി ഒരു കഥയേ ഇല്ല. കാര്യം മാത്രം പറയാം. തൃതീയ സ്കന്ധം പഞ്ചമസ്കന്ധം പോലെ തന്നെ വളരെ ഗൗരവമുള്ള വിഷയങ്ങളാണ് തൃതീയ സ്കന്ധം. ഓരോ അധ്യായം ഓരോരുത്തർക്ക് കൊടുത്തിരിക്കുകയാണ്. ശരിക്കും അതെ, നല്ലൊരു തീരുമാനമാണത്. നമ്മൾ വെറുതെ 7 ദിവസം കൊണ്ട് ഓടിച്ചിട്ട് വരുന്ന ആചാര്യന് 1 മണിക്കൂർ കിട്ടും, അവര് പറഞ്ഞ പോലെ സമയം കിട്ടുന്നില്ല. ഇതിപ്പം ഒരു ദിവസം 4 പ്രഭാഷണം വെച്ചിട്ട്. അതെ അതെ. അപ്പൊ നമുക്കത് ആ 3 സ്കന്ധങ്ങൾ നന്നായിട്ട് എല്ലാ ഭാഗങ്ങളും ടച്ച് ചെയ്ത് പോകുമ്പോൾ ഞങ്ങൾക്കും അത് വളരെ നല്ലതാവും. അതുകൊണ്ടാണ് അങ്ങനെ വെച്ചത്. നമ്മുടെ പുതുമ ആവിഷ്കരിക്കാൻ തീരുമാനിക്കാവുന്നതാണ്. ശരിയാ, നല്ലൊരു തീരുമാനം. നമുക്ക് ഉപസംഹരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ സർ. നമസ്തേ സർ. നമസ്തേ സർ. നമസ്തേ സർ. നമസ്തേ സർ.